നമ്മളിന്ന് അമ്മാവൻ്റെ വീട്ടിലൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ ലഞ്ചിന് വേണ്ടി നമ്മൾ കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കേബേജ് ഉപ്പേരി ഉണ്ട്, പിന്നെ കുറച്ച് നത്തൽ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അമ്മയുടെ സ്പെഷ്യൽ മാങ്ങ പച്ചടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മാങ്ങ പച്ചടി ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ കഴിക്കുന്നത്. അപ്പം ഇവിടെ നമ്മളത് ഉള്ളിയും തക്കാളിയും പിന്നെ നമ്മുടെ പച്ചമുളകൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട്. ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് വെന്ത ശേഷം ആ മസാലയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വേവണം. അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഒഴിച്ച പുളിവെള്ളത്തിന് ഇച്ചിരി പുളി കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പുളിവെള്ളം ചേർത്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട ശേഷം നമ്മുടെ മസാല ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മളപ്പോഴേക്കും കേബേജൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ശേഷം നമ്മുടെ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം അടച്ച് വയ്ക്കാം. നമുക്ക് അധികം നന്നായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ മത്തിയൊക്കെ പൊടിയോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മത്തിക്കറി. ഇനി ഇതൊന്ന് കടുക് പൊട്ടിച്ചിടുവേ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാലക്കാട്ടുകാരൊന്നും ഇങ്ങനെ അധികം ഇടാറില്ല, കടുക് പൊട്ടിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ചില ഇടങ്ങളിലൊക്കെ ഉണ്ട്, അപ്പോൾ ഇത് ഇവൾക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടോ ഇത് കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്മായി കടുക് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരുക്കത്തിലാണ്. ഇനി കടുക് പൊട്ടിച്ച ശേഷം ഈ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് നമുക്ക് കാബേജ് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ അമ്മായിയുടെ വീട്ടുകാർക്ക് പണ്ട് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെഷ്യൽ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഇവർക്ക് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ നമ്മുടെ മലപ്പുറം സ്പെഷ്യൽ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ആ കറി താളിച്ച ചട്ടിയിൽ തന്നെ നമുക്ക് വീണ്ടും എണ്ണ ഒഴിച്ച് കടുകിട്ട് ചെറുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം, മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞു കേട്ടോ, എന്നോട് ചോദിച്ചു അവരധികം മഞ്ഞൾപ്പൊടി ഇടാറില്ല അത്രേ. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണോ ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളവിടെ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുഴപ്പമില്ല, അവർ കഴിച്ചോളും പറഞ്ഞു കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം. അതിന് വേണ്ടി ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ കുരുമുളകും ഒക്കെ, പിന്നെ നമ്മുടെ മുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരിയൊക്കെ ഇട്ടിട്ട് മസാല അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ നത്തൽ മീനും കുറച്ച് പിന്നെ അയിലയാണ് തോന്നണു, അതിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും മാങ്ങ പച്ചടി റെഡിയാക്കുകയാണ് കേട്ടോ. നല്ല മാങ്ങ, വീട്ടിലുണ്ടായ മാങ്ങയാണ്. മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ പിന്നെ അതിന് മാങ്ങി പിന്നെ നമ്മുടെ ചെറിയ പച്ചമുളകും നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, അത് ആവശ്യത്തിന് എടുത്താൽ മതി, 2 3 പിന്നെ നമ്മൾ ചെറുള്ളിയും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് തേങ്ങ, ഇതിന് വേണ്ടിയിട്ട് മാങ്ങ പച്ചടിക്ക് തേങ്ങയാണ് ഒഴിക്കുക, തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ തേങ്ങ ചിരകി പാലെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുമ്മോള്. അപ്പോഴേക്കും നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണ്ടേ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ തേങ്ങ അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തേങ്ങ നമുക്കൊന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായി നമ്മുടെ മാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ആ പച്ചമാങ്ങയുടെ പുളിപ്പും പിന്നെ തേങ്ങാപ്പാലിൻ്റെ മധുരമൊക്കെ ആയിട്ടൊരു വെറൈറ്റി തോന്നുന്നുണ്ട്, അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ വെറുതെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മത്തിക്കറി, കാബേജ് ഉപ്പേരി, പപ്പടം, നമ്മുടെ സ്പെഷ്യൽ മാങ്ങ പച്ചടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.